അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ JKയും അർച്ചനയും കൂടി തമ്മിൽ കാണുകയാണ് കേട്ടോ. ആ സമയത്ത് JK പറയാണ്, ഞാൻ ചിന്നുമോളെ വിളിച്ചിരുന്നു, ചിന്നുമോൾക്ക് എന്താണെന്നറിയില്ല, എന്നോടൊരു താല്പര്യക്കുറവ്, സംസാരിക്കാനൊന്നും അവൾക്ക് ഭയങ്കര മടി, അവൾ സുഖമില്ല, തലവേദനയാണെന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു, എന്താണാവോ എന്നറിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ അർച്ചനയ്ക്ക് അറിയാം എന്താ കാര്യം എന്നുള്ളത്. അർച്ചന പക്ഷേ JKയോട് പറയുകയാണ്, അത് തോന്നുകയാണ്, അവൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും, അത് ശരിയായിക്കോളും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പക്ഷേ JKയ്ക്ക് ആകെ മൊത്തം ഒരു മനസമാധാനക്കേടാണ് കേട്ടോ. ചിന്നു അങ്ങനെ ചെയ്തത് എന്തോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അവൾ എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. അതേസമയം ചന്ദ്ര ജയിലിൽ പോയിട്ട് അച്ചുവിനെ കാണാണ് കേട്ടോ. അച്ചുവിനെ കണ്ടിട്ട് ചോദിക്കും, നിനക്കിപ്പോൾ സുഖമല്ലടാ ചോദിക്കും. കാരണം ഞാനിവിടെ കിടന്നിരുന്നതാണ്, അപ്പോൾ നീ എന്തെല്ലാമാണ് ചെയ്തത്, ഇപ്പം നിനക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. മനഃപൂർവ്വം തന്നെയാണ് നിന്നെ അവിടെ കിടത്തിയിരിക്കുന്നത്, നിനക്ക് ഒരിക്കലും ജാമ്യം കിട്ടില്ല, നീ അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട് എന്നെ, അതിനുള്ള ശിക്ഷയാണ് എന്നെല്ലാം അങ്ങനെ ചന്ദ്ര പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ഞാൻ ഇതിനകത്ത് തന്നെ കിടക്കില്ല, ഞാൻ എന്തായാലും കൊലപാതകം ചെയ്തിട്ടില്ലല്ലോ, എന്തായാലും ഞാൻ പുറത്ത് വരും, പുറത്ത് വന്നതിന് ശേഷം ആരാണോ എന്നെ ഇത് ചെയ്തത് അവരെ ഞാൻ എന്തായാലും കണ്ടുപിടിച്ചിരിക്കും എന്നിങ്ങനെ ചന്ദ്രയോട് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് കൂടി നിനക്ക് അഹങ്കാരം കമ്മിയായിട്ടില്ലല്ലേ, ഒരിക്കലും നീ പുറത്ത് വരാൻ പോകില്ല, അതിന് വേണ്ട പരിപാടികളൊക്കെ വിജയേട്ടൻ ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ ചന്ദ്ര അച്ചുവിനോട് വെല്ലുവിളിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അച്ചു ഒരു പുച്ഛഭാവത്തോട് കൂടിയിട്ടാണ് ചന്ദ്രയെ നോക്കുന്നത് കേട്ടോ. അതേസമയം രുക്കു പക്ഷേ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. രുക്കുവിൻ്റെ അടുത്ത് ഒരു കാര്യം ചന്ദ്ര അങ്ങനെ വിട്ടു പറഞ്ഞിട്ടില്ല. മനഃപൂർവ്വം ചന്ദ്ര കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എന്ന് രുക്കുവിന് അറിയില്ല കേട്ടോ. രുക്കു ആകെ മൊത്തം കലി കൊണ്ടിട്ടിരിക്കുകയാണ്, അച്ചുവിനോട് ഭയങ്കര ദേഷ്യമായിട്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ശരി, അച്ചുവിന് അർച്ചന എന്തായാലും ജാമ്യം ഇറക്കിക്കൊണ്ടുവരും, ഒരു കേസും ഇല്ലാതെ. സത്യാവസ്ഥ എന്താണെന്നുള്ളത് എല്ലാവരുടെ മുൻപിലും അർച്ചന തെളിയിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ അച്ചു ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ തിരിച്ചു വരും. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.